ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. നമുക്കിടയിൽ അന്യഗ്രഹ ജീവികൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വാർത്തയാണത്. പണിയില്ലാത്ത ഏതോ ഒരു മാധ്യമം നടത്തിയ ഒരു പണിയാണത് എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ അങ്ങനെയല്ല. ലോക വിദ്യാഭ്യാസ രംഗത്തെ കൊമ്പന്മാർ എന്നറിയപ്പെടുന്ന ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏതാനും ഗവേഷകരാണ് അങ്ങനൊരു വാർത്ത പ്രചരിപ്പിക്കുന്നത്. മനുഷ്യർക്കിടയിൽ മനുഷ്യരെ പോലെ മനുഷ്യരോടൊപ്പം അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന് അവരുടെ കയ്യിൽ തെളിവുകളുണ്ടത്രേ. അഗ്നിപർവ്വതങ്ങൾക്കിടയിലും ഭൂമിയുടെ അന്തർഭാഗത്തും അവർ സ്വരൂപത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന്. ഹവാർഡിലെ ടിം ലോമസ്, ബ്രണ്ടൻ കേസ് എന്നീ ഗവേഷകരും മൊണ്ടാന സാങ്കേതിക സർവകലാശാലയിലെ മൈക്കൽ പോളുമാണ് ഈ പഠനത്തിന് പിന്നിലുള്ളത്. ഭൂമിയിലേക്ക് കടന്നു വന്ന ചിലർക്ക് രൂപം മാറാനുള്ള കഴിവുകളുണ്ടെന്നും അവർക്ക് മനുഷ്യരെ അനുകരിച്ച് മനുഷ്യരെ പോലെ മനുഷ്യർക്കിടയിൽ നിഷ്പ്രയാസം ജീവിക്കാൻ സാധിക്കുമെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു. പണ്ട് ഡേവിഡ് ഐക്ക് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന സെർപ്പൻ ഹ്യൂമൻ അല്ലെങ്കിൽ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ്, അവർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നും അവരിൽ ചിലർ നമ്മെ ഭരിക്കുന്നുണ്ട് എന്നും. എന്നാൽ ഇവിടെ അങ്ങനെ ചുമ്മാ വാദിക്കപ്പെടുകയല്ല. നിങ്ങൾ ഈ ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? അമേരിക്കൻ ബ്ലോഗറും എഴുത്തുകാരനുമായിട്ടുള്ള മാക് ടോണിസിന്റെ ഒരു പുസ്തകമുണ്ട്, ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ്. അതിൽ പറയുന്ന ചില വിഷയങ്ങളുണ്ട്. നമ്മൾ തേടുന്ന അന്യഗ്രഹ ജീവികൾ ഭൂമിക്ക് പുറത്തുള്ളവരല്ലെങ്കിലോ എന്ന്. പല അന്വേഷണങ്ങളും നടത്തിയെങ്കിലും ഇന്നും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താത്ത വിഷയമാണ് അന്യഗ്രഹ ജീവികൾ. അന്യഗ്രഹ ജീവികൾക്കായുള്ള ബുദ്ധിപരമായ അന്വേഷണങ്ങളെക്കുറിച്ചും കണ്ടെത്തിയ ചില വിവരങ്ങളെക്കുറിച്ചും ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്ന പുസ്തകത്തിൽ മാക് ടോണിസ് വിശദീകരിക്കുന്നുണ്ട്. ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ്. അതായത് മനുഷ്യർക്കിടയിൽ മനുഷ്യരെ പോലെ അന്യഗ്രഹ ജീവികൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ഒരു വിശ്വാസം. ഒരു വലിയ സമൂഹം ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം അനുസരിച്ച് ഗവൺമെന്റിലും ലോകശക്തികളിലും അന്യഗ്രഹ ജീവികൾ അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ കാണപ്പെടുന്ന UFOകൾ അന്യലോകത്തു നിന്നും അവരെ തേടി വരുന്നവരാണ് എന്നാണ് ഈ കൂട്ടർ വിശ്വസിക്കുന്നത്. പലപ്പോഴൊക്കെ നമ്മളും ചിന്തിച്ചിട്ടുണ്ട്, നക്ഷത്രങ്ങൾക്കപ്പുറത്തു നിന്നും ഇവരെങ്ങനെയാണ് ഭൂമിയിലെത്തുന്നത് എന്ന്. എന്നാൽ ക്രിപ്റ്റോ ടെറസ്ട്രിയൽസിൽ വിശ്വസിക്കുന്നവർ പറയുന്നതനുസരിച്ച് അവരുടെ പ്രധാന താവളം ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്താണ്. നമ്മൾ കാണാത്ത ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത്. ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയപ്പോൾ അവിടെ മനുഷ്യരെ പോലെ ചിലരെ കണ്ടു എന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ടെക്നിക്കലി വളർന്നിട്ടും മനുഷ്യൻ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്താത്തത് എന്നും അവർ പറയുന്നു. ഇങ്ങനൊരു സിദ്ധാന്തം ആദ്യമായാണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ മനസ്സിലാക്കണം, വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഇത്തരം തിയറിയിൽ വിശ്വസിച്ചിരുന്നവരുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഷേർലി റൈറ്റ്. 1947 റോസ്വെൽ ഇൻസിഡൻറ്റിൽ നമ്മൾ കണ്ടത് ഒരു അന്യഗ്രഹ ജീവിയെ ആയിരുന്നില്ല എന്നും അത് ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അഡ്വാൻസ്ഡ് ഹ്യൂമനോടായിരുന്നു എന്നും അവർ ഒരു പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നു. കാലിഫോർണിയയിലെ പൊപ്പോക്കറ്റാപെറ്റിൽ അഗ്നിപർവ്വതത്തെ ചുറ്റിപ്പറ്റിയും കാലിഫോർണിയയിലെ തന്നെ മൗണ്ട് ശാസ്തയിലും പലരും അന്യഗ്രഹ പേടകങ്ങൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് കാഴ്ചക്കാരാണ് അത്തരം അനുഭവങ്ങൾ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ സമുദ്രങ്ങളിലെ പല ഭാഗങ്ങളിലും സൂപ്പർസോണിക് വേഗതയിൽ മുങ്ങിയും പൊങ്ങിയും സഞ്ചരിക്കുന്ന അൺനോൺ സബ്മേഴ്സിബിൾ ഒബ്ജക്ട്സും പല നേവി ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിലും റഡാറിലും തെളിഞ്ഞിരുന്നു. അത്തരം റിപ്പോർട്ടുകൾ സമുദ്രത്തിനിടയിലും ഇത്തരത്തിലൊരു സമൂഹം ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കാം എന്ന വിശ്വാസത്തിലേക്കാണ് നയിക്കുന്നത്. അവരെക്കുറിച്ചുള്ള അറിവുകൾ ലോകത്തിൽ നിന്നും പലരും മറച്ചു വെക്കുന്നതിന് കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ടാകാം. അവരുടെ സാങ്കേതിക വിദ്യകൾ ചിലപ്പോൾ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാകാം AI പോലുള്ള സാങ്കേതിക വിദ്യകളെന്ന് പലരും സംശയിക്കുന്നു. 1978 CIA നടത്തിയ പ്രൊജക്ട് സ്റ്റാർഗേറ്റിനെ കുറിച്ച് 2ൽ കൂടുതൽ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർക്കായി വിശദീകരിക്കാം. മനുഷ്യനിലെ ചില അമാനുഷിക കഴിവുകൾ ഉപയോഗിച്ച് മറ്റെവിടെയെങ്കിലും നടക്കുന്ന വിഷയങ്ങളെ ഒരിടത്തിരുന്ന് വിശദീകരിക്കാൻ കഴിയുന്നവരെ ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണം. ഈ കഴിവിനെ റിമോട്ട് വ്യൂവിംഗ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പലതും കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ഒരു വലിയ ശതമാനവും സത്യമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രൊജക്ട് സ്റ്റാർഗേറ്റിന്റെ ഭാഗമായി പാട്രിക് പ്രൈസ് എന്നൊരു വ്യക്തി തന്റെ റിമോട്ട് വ്യൂവിങ്ങിലൂടെ ഒരു കാഴ്ച കണ്ടു. അലാസ്കയിലെ ഹൈസ് മൗണ്ടന് മുകളിൽ അജ്ഞാതമായ ഒരു മിലിറ്ററി ബേസ്. ഈ ഒരു വാർത്ത കേട്ട CIA ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അറിയാൻ താല്പര്യം തോന്നി. പാട്രിക് വിശദീകരിച്ചു. അവിടെ അദ്ദേഹം കണ്ടത് ആ കാലത്ത് മനുഷ്യൻ നിർമ്മിച്ച വാഹനങ്ങളെക്കാൾ എത്രയോ സാങ്കേതികമായി ഉയർന്ന വാഹനങ്ങളായിരുന്നു. അതുമാത്രമല്ല, അവിടുത്തെ മനുഷ്യർ കാഴ്ചയിൽ വ്യത്യസ്തരായിരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളിലും ചില സംശയങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദിവസങ്ങൾക്കുള്ളിൽ പാട്രിക് പ്രൈസ് അകാരണമായി മരണപ്പെട്ടു. അദ്ദേഹത്തിന് ആരോഗ്യപരമായി ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല.
അതൊരു അപകടവുമായിരുന്നില്ല. ആരൊക്കെയോ ആ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തേച്ചുമാച്ച് കളയാനുള്ള ശ്രമവും നടത്തിയതായി പറയപ്പെടുന്നു. അഡ്മിറൽ റിച്ചാർഡ് ബേർഡ്, അദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു US നേവി ഓഫീസറായിരുന്നു. 1946 അന്റാർട്ടിക്കയിൽ 4 മാസം നീണ്ടു നിന്നിരുന്ന ഓപ്പറേഷൻ ഹൈജമ്പിന്റെ ഭാഗം കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ റിച്ചാർഡ് ബേർഡിന്റെ ഡയറി കുറിപ്പ് വായിക്കാനിടയായി. അതിലൂടെ ലോകമറിഞ്ഞത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു. ഓപ്പറേഷൻ ഹൈജമ്പിന്റെ ഭാഗമായി സൗത്ത് പോളിൽ അവരൊരു രഹസ്യ തുരങ്കം കണ്ടിരുന്നുവെന്നും അതിലൂടെ ചെന്നപ്പോൾ അവർ കണ്ടത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു എന്നും. അന്റാർട്ടിക്കയിലെ കാലാവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ലോകം അവിടെ അവർ കണ്ടു. ആമസോൺ കാടുകളിൽ എത്തപ്പെട്ടതുപോലെ എന്നാണ് അദ്ദേഹം തന്റെ ഡയറി കുറിപ്പിൽ കുറിച്ചിരുന്നത്. അത്രയ്ക്കും മനോഹരവും പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശവുമായിരുന്നു അവിടെ അവർ കണ്ടത്. വീണ്ടും മുന്നോട്ട് പോയ അവർക്ക് ക്രിസ്റ്റൽ കൊണ്ട് നിർമ്മിച്ചതെന്ന് തോന്നിപ്പിക്കുന്ന പ്രകാശപൂരിതമായ ഒരു നഗരം കാണാനും കഴിഞ്ഞു. അവിടെ വെച്ച് മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരാളെ കണ്ടതായും റിച്ചാർഡ് തന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. മാസ്റ്റർ എന്നാണ് റിച്ചാർഡ് അയാളെ അഭിസംബോധന ചെയ്തത്. ഭൂമിയിലെ മനുഷ്യരുടെ ഭാവിയെക്കുറിച്ച് അവർ ചർച്ച ചെയ്തതായും റിച്ചാർഡ് തന്റെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം തിരികെ മിലിറ്ററി ബേസിലെത്തിയപ്പോൾ തങ്ങൾ കണ്ട കാഴ്ചകളെക്കുറിച്ച് ഉയർന്ന മിലിറ്ററി ഓഫീസേഴ്സിനോട് പറഞ്ഞപ്പോൾ അത് രഹസ്യമാക്കി വെക്കാനുള്ള ഓർഡറാണ് തനിക്ക് ലഭിച്ചത് എന്നും അദ്ദേഹം ഡയറിയിൽ എഴുതിയിരിക്കുന്നു. 1996 അഡ്മിറൽ റിച്ചാർഡ് ബേർഡിന്റെ ഡയറി കുറിപ്പ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇന്നും ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈയെഴുത്തിലുള്ള PDF നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. പ്രൊജക്ട് സ്റ്റാർഗേറ്റിന്റെ ഭാഗമായി CIA പുറത്തുവിട്ട എക്സ് ഫയൽസിൽ പാട്രിക് പ്രൈസിന്റെ അനുഭവങ്ങൾ വിശദീകരിക്കുന്ന ഡോക്യുമെന്റും വായിക്കാൻ സാധിക്കും. ഇതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്കിടയിൽ അന്യഗ്രഹ ജീവികൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന വാർത്ത യാഥാർത്ഥ്യമാണ് എന്നാണോ? ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് അഥവാ മനുഷ്യരെ പോലെ മനുഷ്യർക്കിടയിൽ മനുഷ്യരായി ജീവിക്കുന്ന അന്യഗ്രഹ ജീവികൾ എന്ന സിദ്ധാന്തം ഒരു ഗൂഢാലോചന സിദ്ധാന്തമായി മാറുന്നത് എന്തുകൊണ്ടാണ്? കാലങ്ങളായി ഇന്ന രൂപത്തിൽ മാത്രമേ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നമ്മുടെ ശാഠ്യം കൊണ്ടല്ലേ അത് ഒരു ഗൂഢാലോചന സിദ്ധാന്തമായി മാറുന്നത്? മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന ഇന്റലിജന്റ് ബീയിങ് ആയ അന്യഗ്രഹ ജീവി കാണാൻ മനുഷ്യനെ പോലെ തന്നെയാണെങ്കിലും അങ്ങനെയെങ്കിൽ അവർ ഭൂമിയിൽ വന്നിറങ്ങിയാൽ ഭൂമിയിലുള്ള മനുഷ്യരെയും അവരെയും എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? നമ്മൾ കാണുന്ന മനുഷ്യരൂപങ്ങളിൽ ഭൂമിയിൽ തന്നെ ജനിച്ച് ജീവിച്ചവരെന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യരൂപങ്ങളിൽ എത്ര പേർ അന്യഗ്രഹ ജീവികളായിരിക്കും?